ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ എൻ്റെ വേഷമൊക്കെ മാറി ഒരു റിസപ്ഷന് പോകാട്ടോ. ആരുടെ റിസപ്ഷനാണെന്നറിയാമോ? മിസ്കോൻ്റെ കല്യാണം വെള്ളിയാഴ്ച ആയിരുന്നു, അതായത് ഫ്രൈഡേ. അപ്പോൾ ഇന്നാണ് റിസപ്ഷൻ വരുന്നത്, സൺഡേ. വീട്ടിൽ വെച്ചല്ല, നമ്മളിവിടെ അടുത്തൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാട്ടോ. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് റിസപ്ഷൻ, കാരണം നമ്മൾ അത്രയും ദൂരം ലോങ്ങൊക്കെ പോകണമെന്ന് ഉറങ്ങുമോ റെസ്റ്റ് എടുക്കുകയൊക്കെ വേണ്ട ചെറുക്കനും വേണേനും. അപ്പോൾ അതുകൊണ്ട് ചേട്ടായി പോയി, ഞാനും പിള്ളേരുമാണ് പോണത്. അമ്മ വരുന്നില്ല. അത് ചേട്ടായി റെഡിയായി, ഞങ്ങൾ റെഡിയായി എൻ്റെ ഫോനാണ് റൂമിൽ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അവർ റെഡിയായിട്ട്. അപ്പോൾ ദേ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. വാവച്ചിനെയും ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ദേവൻ്റെ വിധുവിൻ്റെ ഒക്കെ കോസ്റ്റ്യൂം. അമ്മ വരുന്നില്ല. ഈ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് വിധുക്കുട്ടൻ ഇട്ടേക്കണത് ദേവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ കോസ്റ്റ്യൂമായിട്ട്. ആ ടൈമിൽ ടൈറ്റായിരുന്നു. അപ്പോൾ ഞങ്ങളതേ വിധുക്കുട്ടനും ഒക്കെ ആയിട്ട് നേരെ വാവച്ചിയും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറിൽ കയറി നമ്മൾ റിസപ്ഷൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടെ ചെന്നപ്പോൾ ഗാനമേളയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവർ സ്റ്റേജിലുണ്ട്. പിന്നെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ക്യാമറ ചേട്ടന്മാരൊക്കെ നിൽക്കണേ. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ പയ്യൊക്കെ എത്തി തുടങ്ങിയായിരുന്നു. ദേ ഉഷാമ ദേവുട്ടി ഹായ് ഒക്കെ കാണിക്കുവാണ്. പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞായിരുന്നു. ഞങ്ങൾ ചെല്ലണതിന് മുമ്പേ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. നമ്മളത് കഴിഞ്ഞാണ് ചെന്നത്. പിന്നെ മഴയായിരുന്നു അന്നത്തെ ദിവസം. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ കേൾപ്പിക്കാൻ വോയിസ് ഓവർ ഇടണമെന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ട് ബഹളമാട്ടോ. ഇതിപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കേൾപ്പിക്കണ്ടെന്ന് വിചാരിച്ചത്. വോയിസ് ഓവർ കൊടുക്കാം എന്നുള്ള തീരുമാനത്തിൽ. ഈ ചെറുക്കൻ നന്നായിട്ട്, ഇപ്പോൾ ഈ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ചെറുക്കൻ, ടീഷർട്ടല്ല ഷർട്ട് ഇട്ട ചെറുക്കൻ നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. നല്ല സൗണ്ടായിരുന്നു കേട്ടോ പുള്ളിയുടെ. പിന്നെ എല്ലാവരും പാട്ട് ആസ്വദിക്കണേലും ശ്രദ്ധ ഫുഡിലായിരുന്നതുകൊണ്ട് എല്ലാവരും ഒക്കെ ആസ്വദിച്ചോന്ന് അറിയത്തില്ല. പിന്നെ അവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വാവച്ചിയും അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇരുന്നായിരുന്നു കേട്ടോ. അന്നേരം അഞ്ചുക്കുട്ടി വീണ്ടും വന്ന് വിളിച്ചുകൊണ്ട് പോയി. അവർ മടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് വിധുക്കുട്ടൻ്റെ ലുക്ക് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. വിധുക്കുട്ടൻ ആദ്യമൊന്നും ഇറങ്ങിയില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതുവഴിയൊക്കെ ഓടിക്കളിക്കാനൊക്കെ തുടങ്ങി. ഫോട്ടോ കാർഡ് എടുത്ത് വിധുക്കുട്ടൻ്റെ ഫോട്ടോ, നമ്മൾ അറിയണ ചേട്ടനായിരുന്നു ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അവന് എന്നോട് പറഞ്ഞായിരുന്നു അവൻ്റെ 3-4 സ്റ്റിൽസ് എടുത്ത് തരാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചേട്ടൻ, ഈ വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കണ ചേട്ടൻ. അപ്പോൾ എന്നോട് പറഞ്ഞു അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങണ ഗ്യാപ്പിൽ ഇവനെ സ്റ്റേജിലേക്ക് കയറ്റണമെന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കാൻ. അല്ലാണ്ട് കുറേയൊക്കെ എടുത്ത് തന്നു കേട്ടോ. ഗ്യാപ്പിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുമോള് ദേവനെയും കൊണ്ട് നടക്കുവാണ്. ഞങ്ങൾ അതിനിടയ്ക്ക് ബാത്റൂമിൽ പോയായിരുന്നു. അപ്പോൾ തിരിച്ച് വന്ന വഴി അവിടെ പൊറോട്ട മേക്ക് ചെയ്യണമൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത്. ഇങ്ങനെ വലിയ പൊറോട്ടയല്ല, കുഞ്ഞ് ഈ ബണ്ണ് മോഡൽ പൊറോട്ടയായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോഫ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും കാര്യം. ഇതിൻ്റെ കോംബോ ആയിട്ട് വരുന്നത് ബീഫ് സ്റ്റൂ ആയിരുന്നു. പിന്നെ ഇത് ഇപ്പുറത്ത് ജ്യൂസ് കാര്യങ്ങൾ മൊജിറ്റോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമിൻ്റെ സെക്ഷനിൽ തിരക്കായിരുന്നു. ഈ മധുവച്ചനൊക്കെ ഇടിച്ച് നിൽപ്പുണ്ട് ഐസ്ക്രീം കഴിക്കാനായിട്ട്. 6-60 കണക്കാന്ന് പറയും പോലെ എല്ലാവരും ഒക്കെ കഴിക്കുമല്ലോ. പിന്നെ ഇത് ഇറുമ്പേത്തച്ചായാണ് ഞങ്ങളുടെ. അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. കസിൻസിനെയൊക്കെ വിളിച്ചായിരുന്നു. ഇതാണ് ഫ്രണ്ടിലെ വ്യൂ കേട്ടോ. നല്ല അടിപൊളി ഡെക്കറേഷൻ വർക്കൊക്കെ ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ അഞ്ചുകുട്ടിയുടെ ഡാൻസ്. ഇത് കോപ്പിറൈറ്റ് ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുവാണ്.
അപ്പോൾ അതേ നിങ്ങളെ ഞാൻ കുറച്ച് ബോറടിച്ചെങ്കിൽ സ്കിപ്പ് ചെയ്തോ കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ഡാൻസ് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇതിലിരിക്കുമ്പോഴാണ് ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. അവിടെ ചെന്നപ്പോൾ വിഭവസമൃദ്ധമായ ഐറ്റംസൊക്കെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തൊന്ന് എത്തിയാക്കാൻ ഇടയ്ക്കൊന്ന് ഞാനും അനുമോളും വാവച്ചി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ആദ്യം കോയിൻ പൊറോട്ടയും ബീഫ് സ്റ്റൂ എടുത്ത് അത് തട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിത് റൈസും ചിക്കനും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വാവച്ചിയൊക്കെ നിൽപ്പുണ്ട്. എനിക്ക് വീഡിയോ എടുത്ത് തന്നെ നമ്മുടെ അച്ചുവാണ്. അപ്പോൾ ദേ അവൾ ഓരോന്നൊക്കെ പറയാം, കാണിച്ചാൽ ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കളയുമെന്നോ കമൻറ്റ് വന്ന് ചെയ്യുമെന്നോ ഏതാണ്ടൊക്കെ പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒക്കെ കഴിച്ച് ഡാൻസിൻ്റെ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് അപ്പോൾ ഇതാട്ടോ അച്ചു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം എല്ലാവരും ഒക്കെ പയ്യൊക്കെ പോയി തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നത് ചേട്ടായി വന്നായിരുന്നു വിധുവിനെയും കൊണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒക്കെ പോയി തുടങ്ങി. പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയാമോ, മൊത്തം റിലേയും പോയി. എൻ്റെ സൈഡിൽ ഇരുന്ന് അനുമോൾ ഓരോ പോസ്റ്റ് കൊടുക്കുമ്പോഴേ പിന്നെ സുമാമയൊക്കെ ഇതാണ് അഞ്ചുവിൻ്റെ മുസ്ലിൻ്റെ അമ്മ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അനുമോൾ അപ്പോഴും ഓരോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത യുവമിഥുനങ്ങളാണ് എൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അതായത് 12 കഴിക്കേണ്ടവരാണ്. ചേട്ടായിയൊക്കെ ഇവിടെ നിന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾക്ക് ചോറ് അനുമോക്കാട്ടോ അപ്പോൾ ചേട്ടായി ചോറ് വാരി കൊടുത്തത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഐസ്ക്രീം കഴിക്കുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. ഞാൻ മറന്നു അനുമോൾ ഞങ്ങളിങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഒത്തിരി ഒന്നും കഴിച്ചില്ല, കിടക്കുക കഴിക്കാത്തതുകൊണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചപ്പോഴത്തേ മഹേഷ് ഈ വീഡിയോ എടുക്കണ അനുമോളാട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഫുഡൊക്കെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനായിട്ട് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഐറ്റംസ്. അപ്പോൾ ഞാൻ ആ ചേച്ചിമാരോട് പറഞ്ഞു, ചേച്ചിമാരെ ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിമാരൊക്കെ ഒന്ന് അണിഞ്ഞൊരുങ്ങിയൊക്കെ നിന്നായിരുന്നു. പക്ഷേ ഞാൻ അവരുടെ ഫേസൊന്നും എടുത്തില്ല. പിന്നെ ഇതാണ് കോയിൻ പൊറോട്ടയും ബീഫ് സ്റ്റൂ. ഇത് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ചേട്ടന്മാർ പിള്ളേരുടെ ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞങ്ങൾ കയറി. പിന്നെ ഇവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. അതിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇവർ സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി. സ്വാതിയുടെ ഗൗൺ കാണാൻ സൂപ്പറല്ലേ. അപ്പോൾ വിധുക്കുട്ടനും സാനറ്റും ഒക്കെ അവരെല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റിട്ടേൺ പോകുന്നു കേട്ടോ വീട്ടിലേക്ക്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗാലറി ഗ്ലാം ബൈ ദൃശ്യ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റിസപ്ഷൻ്റെ വീഡിയോ ആയിരുന്നു. നമ്മൾ കല്യാണം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ഇട്ടില്ലെങ്കിൽ ഒരു ഇതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ റിസപ്ഷൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാന്ന് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുമോ ഇല്ലയോ എന്നും അറിയില്ലല്ലോ. അതായത് അഞ്ചുൻ്റെ ഡാൻസ് നമ്മൾ ഫുൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് യൂട്യൂബിൽ അങ്ങനെ ഇടാൻ പാടില്ല, അതായത് കോപ്പിറൈറ്റിന്. ഇപ്പം ഞാൻ 2-3 വീഡിയോസിൽ കണ്ടായിരുന്നു അവരൊക്കെ ഇട്ടേക്കണം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലായിരിക്കും. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഒന്നല്ല മൂക്ക് ചൊറിയല്ല കൈ ചൊറിയ, അത് അങ്ങനെ ചൊറിയണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ അലർജിയുടെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ എപ്പോഴും ഓരോരോ കുഞ്ഞു കുഞ്ഞു കുരുവൊക്കെ വന്നുകൊണ്ടിരിക്കും മേത്ത്. പിന്നെ അത് ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളായിരിക്കും. ഞാൻ കമ്മലിട്ടിട്ടില്ല, ഞാൻ അവിടുന്ന് പോയപ്പോൾ കമ്മലിടാൻ മറന്നുപോയി. ധനമോൾ കുളിച്ച് കഴിഞ്ഞാൽ കൊണ്ട് വിധിക്കൂട്ടിനുണ്ട്, ദേവ സ്കൂളിൽ പോയി, അങ്ങനെയൊക്കെ. പിന്നെ കല്യാണം ഏകദേശമൊക്കെ സെറ്റായി, പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവന്മാരൊന്നും ഇവിടെ ഇല്ല, ജോലിക്ക് പോയി. പിന്നെന്താ, നമ്മുടെ ഒരു വീഡിയോ 1.3K വ്യൂസ് ആയിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അമ്മയുടെയും എൻ്റെയും ആ ചീനച്ചട്ടി മേടിക്കണ നോക്കിയില്ലേ, അതൊക്കെയാണ് ആ വീഡിയോ ആയിരുന്നു. അത് ഒട്ടും വ്യൂസ് ഇല്ലാണ്ട് കിടന്നൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് 1.3K വ്യൂസ് കിട്ടി. അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ചീനച്ചട്ടിയുടെ കഥയൊക്കെ പറയണതേ വിധുക്കൊട്ട വന്നിട്ടുണ്ട്. ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ, അമ്മ കൊടുക്കാൻ ഹായ് പറ. അമ്മയോ? വിധുക്കുട്ടൻ ഇന്നലെ കട്ടിലേന്ന് വീണ് ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഉണ്ടോ ഉവ്വാ പറ്റീന്ന് പറ, ഉവ്വാ പറ്റീന്ന് പറ, പറ ഉവ്വാ പറ്റീന്ന് പറ. ഇതാരാ ഇത്? ഉവ്വാ പറ്റീന്ന് പറ. ഉവ്വാ പറ്റിയത് വീണതാന്ന് പറ. ഹായ് ഹായ് പറഞ്ഞേ, ഹായ് ഹായ്. അമ്മമ്മ തിന്നോന്ന് ചോദിച്ചാ എല്ലാരും? അമ്മമ്മ തിന്നോ? സുഖാണോന്ന് ചോദിച്ചേ, സുഖാണോന്ന് ചോദിച്ചേ. അനുമോള് ഇത് തന്നെയാണ് ഇവിടെ പണി. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ക്ഷീണിച്ച് പോയെന്നാണ് അനുമുൻ്റെ അമ്മായിമ്മക്ക് വരാതെ കേട്ടോ. ഏത് നേരം ഇത് തന്നെ പരിപാടി.
ഹായ് പറ. ഹായ്. അപ്പൊ ഇന്നത്തെ കല്യാണം എവിടെ? കല്യാണത്തിന്റെ റിസപ്ഷൻ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അപ്പൂന്റെ കല്യാണത്തിനെ പറ്റി 2 വാക്ക് പറ. അപ്പൂന്റെ കല്യാണം 12-ാം തീയതിയാണ്. അപ്പൊ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ, ജനിച്ചപ്പോഴേ അത് മരിച്ചു. എന്താന്ന് വെച്ചാൽ ചേച്ചി വളർന്നോട്ടെ എന്നോർത്താണ് ഞങ്ങളായിട്ട് ഇങ്ങോട്ട് മാറി നിന്നത്. അപ്പൊ ചേട്ടന്റെ കല്യാണമാണ് 12-ാം തീയതി. അപ്പൊ എല്ലാവരും വരണം, സഹകരിക്കണം, അടിച്ചു പൊളിക്കണം. അഞ്ജുവിനെയാണ് കല്യാണം കഴിക്കണം കേട്ടോ, അത് പറഞ്ഞോ നീ? ചേച്ചീനെയാണ് കല്യാണം കഴിക്കണം. ഏത് ചേച്ചി? അഞ്ജുവിനെ. അപ്പോൾ 12-ാം തീയതിയാണ് കല്യാണം. അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ്. ഗിരിയച്ചിട്ട് ഓപ്പോസിറ്റ് നിൽപ്പുണ്ട്. ഗിരിയച്ചിട്ടേ എന്തായാലും പറയാനുണ്ടോ? ഗിരിയച്ചിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ പറയാനായിട്ട്. രണ്ട് വാക്ക് സംസാരിക്കും. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മകന്റെ കല്യാണത്തിലേക്ക് സ്വാഗതം. ഇവിടെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മരിഞ്ഞ് തിരിയാൻ സമയമില്ല. ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ അതും ഇതും ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യല്ല, എല്ലാവരും ഇവിടെ ഇരിപ്പ് തന്നെയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ തിക്കും തിരക്കിലും ഓടി നടക്കുവാണ്. എല്ലാവർക്കും എൻ്റെ മകൻ്റെ കല്യാണത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതെ അതെ, അപ്പോൾ കല്യാണം ഞങ്ങൾ തകർക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചേക്കണം അല്ലേ ഈജെ? അതിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ടാറ്റാ ബൈ സീ യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ടാറ്റാ.